ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ 7ാം മാസത്തെ ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് പൊങ്കാലയാണ് ആദ്യം ഇടാൻ വേണ്ടി പോണത്. അപ്പോൾ ഇന്ന് എൻ്റെ 7ാം മാസത്തെ ഫംഗ്ഷനാണ്. അപ്പം 2 ദിവസം കൂടി കഴിഞ്ഞ് 7 പൂർത്തിയായി 8 തുടങ്ങിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫംഗ്ഷൻ നടത്തണമല്ലോ. അപ്പോൾ ഇന്നാണ് എൻ്റെ 7ാം മാസ ചടങ്ങ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വൈറ്റ് പൊങ്കാല അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ഇട്ടത്. ഇനി അടുത്ത് കല്യാണ സാരിയൊക്കെ ഉടുക്കാൻ വേണ്ടി പോകണം. ഞാൻ വേറെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി വേണം ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടും. അപ്പം റെഡി ആയിട്ടൊക്കെ വരാം. ഹലോ ഹലോ ഹോദി ഒരുങ്ങുകയാണോ? ഇത് നമ്മളാണ്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഫംഗ്ഷൻ 10 മണിക്കാണ് വെച്ചേക്കുന്നത്. എനിക്കും അനിയത്തിക്കും ഒരു ദിവസമാണ്. അപ്പോൾ എൻ്റെ ഇവിടെ കഴിഞ്ഞിട്ട് വേണം വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി അവളുടെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10:30 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ അപ്പുറത്തെ ഒരു പറമ്പിലൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കറക്റ്റ് 10:30 ആയപ്പോൾ എല്ലാവരും കൂടി വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അകത്ത് പോയിടിങ്ങ് വാങ്ങും. ഞങ്ങൾ അവിടെ നിന്നുള്ള ചടങ്ങെന്ന് വെച്ചാൽ ഈ 7th മന്ത് സെറമണി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിയണം. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അതോടെ അങ്ങ് പോവുകയാണ്.
അവിടെ നിൽക്കുക പോലെ 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 നമ്മൾ സൈഡിലോട്ടേക്ക് ബാക്കി മടിയില്ല അടുത്ത് ഒരു പീസ് മടി അയ്യോ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് മാറായി കുറച്ചൊന്ന് ഇങ്ങോട്ടും അല്ല വാങ്ങി കുഴപ്പമില്ല അവിടെ നിന്ന് ഓക്കെ ഓക്കെ ചെയ്തോ ചേട്ടാ ചെയ്തോ മാറ്റി
വരെ എടുത്ത ശേഷം നിങ്ങളത് മാറ്റിയെന്ന് ഞാൻ ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ടുണ്ട്. വിളിക്കൂ. പിന്നെ ഇതിലോട്ട് നോക്കോ. ആ ഇന്നലെ പറഞ്ഞ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ കണ്ടോ ഭരണിയിൽ എണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും അനിയത്തിക്കും വളരെ വ്യത്യാസമൊന്നുമില്ല. നാളെ ആകുമ്പം എനിക്ക് 7 പൂർത്തിയായി 8 തുടങ്ങിയാണ്. അപ്പോൾ 7-ന് കൊണ്ടുപോകണമല്ലോ. അങ്ങനെയാണ് ഇന്ന് ഫംഗ്ഷനാക്കി. അവൾക്ക് ഒരാഴ്ചയും കൂടി സമയമുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വിളിച്ചിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് അവളുടെ ചടങ്ങ് കാണാനൊന്നും പറ്റില്ല. ഫസ്റ്റ് എൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇനിയപ്പോൾ അടുത്ത് അവളുടെ വീട്ടിലോട്ട് പോയേക്കാണ് ചടങ്ങ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ കാറിൽ വെയിറ്റിംഗ് ആണ്. എന്തായാലും 1 മണിക്കൂറൊക്കെ എടുക്കും. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞയൊക്കെ ഞാൻ തുടച്ച് മാറ്റി, ഭയങ്കര എരിച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ മാറ്റി ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ കരയൂല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇന്ന് കരഞ്ഞ് മെഴുകി ഗൈസ്. വീട്ടിലോട്ടാണ് പോകണമെങ്കിൽ തിരിച്ച് വരും, എങ്കിലും ഒരു വിഷമം. ഇന്ന് അങ്ങനെ കരഞ്ഞ് സെൻഡ് ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ഇപ്പം അരമണിക്കൂറായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അവിടെ 2-3 മണിക്കൂർ എടുത്തു. ഇവിടെ അത്രയും എടുക്കൂലെന്ന് തോന്നണം. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 2 കാറിലായിട്ടാണ് വന്നത്. ഞാൻ മാമച്ചിയുടെ കൂടെയാണ് വന്നത്. അവളെ ആര്യയുടെ കാറിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അപ്പച്ചിമാരും ഒക്കെ കൂടിയാണ് കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അഖിലും ശ്യാംജയനൊന്നും ഇന്ന് വരില്ല, നാളെ തൊട്ടേ വരാൻ പറ്റുള്ളൂ. അല്ല 3 ഇടൂലേ പറ്റില്ല. പാത്രം ഇട്, പാത്രം പിന്നെ അങ്ങോട്ട് നാട്ടുകാർ കണ്ടത് എൻ്റെ അനിയത്തിനും കുറച്ച് തകൃതിയായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. പിന്നെ ഫോട്ടോഗ്രാഫർ ആര്യ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഞങ്ങൾക്ക് ഇങ്ങനെ പോസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി അവൾ തന്നെ സ്വന്തമായിട്ട് പറയും ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം എന്നൊക്കെ. ഞാൻ പിന്നെ അവളുടെ നിന്ന് കോപ്പിറൈറ്റ് ആയിരുന്നു. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രഗ്നൻസി ഒരുമിച്ചായിരിക്കുമെന്ന്. പക്ഷേ അത് ഒരു കണക്കിന് നല്ലതായി. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയാനും അതേപോലെ തന്നെ ഒരുമിച്ച് നമ്മളെപ്പോഴും കാണുമല്ലേ. ഒട്ടും വിടാൻ പറ്റാത്തൊരു റീലും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഡ്യൂ ഡേറ്റ് ജൂലൈയിലാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ രണ്ടുപേരുടെയും വളകാപ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കുഞ്ഞുവാവ ഈ സൗണ്ട് കേട്ട് അനങ്ങുന്നൊന്ന് വേണം ഇനി നോക്കാൻ. അപ്പോൾ
അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.